ഇന്നസെന്റ് എം പി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സർ, എന്തായാലും വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടത്തെ അതിനെ വഴിമാറ്റി വിടാൻ ഒരു ഇടപെടലൊക്കെ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു നടപടികൾ അത് വേണ്ട രീതിയിൽ പുരോഗമിക്കുകയാണോ? എന്താണ് സാറ് അറിഞ്ഞിരിക്കുന്ന വിവരങ്ങൾ? ഇതറിഞ്ഞതിന് ശേഷം നമ്മള് റെയിൽവേ അധികാരികളുമായിട്ട് നമ്മള് ബന്ധപ്പെട്ടു. ഇതിപ്പോ അവിടുന്ന് DRM അവിടുന്ന് പുറപ്പെട്ടു ഇവിടെ വന്നിട്ടുണ്ട്, സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഒരു 10 മണിക്കൂറെങ്കിലും ഗതാഗതം വീണ്ടും പുനരാരംഭിക്കാൻ സമയം എടുക്കും എന്നാണ് പറഞ്ഞത്. മാത്രമല്ല അവിടെയുള്ള യാത്രക്കാര് അവരൊക്കെ പോകണോ? ഞാനാണെങ്കിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മൾ സാധാരണ നിലയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരു പാളം തെറ്റി എന്നുള്ളതൊക്കെ പത്രത്തിൽ വായിക്കുമ്പോഴൊക്കെ നമുക്ക് പാളം തെറ്റി അത് വലിയ കാര്യമല്ല നമുക്ക് തോന്നും. പക്ഷെ നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഭീകരത മനസ്സിലാവുന്നത്. ഇപ്പൊ അത് വലിയൊരു സംഭവമാണ്. കാരണം ഇത്രയും പാളം തെറ്റിയിട്ടും ആർക്കും ഒന്നും അപായം ഉണ്ടായില്ല എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാന്ന് മാത്രമുള്ള ദൈവത്തിനോട്. അപകടത്തിന്റെ കാരണം ഇനി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അത് അപകടത്തിന്റെ കാരണം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടില്ല. വിള്ളലുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുന്നുവെങ്കിലും നമ്മൾ റെയിൽവേ അധികാരികളായിട്ട് സംസാരിച്ചപ്പോ അതിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കണം എന്താണെന്നുള്ളത്. അതൊക്കെ അവർ കണ്ടുപിടിക്കും. എന്തായാലും ഞാൻ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞതിന് അവിടെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ എത്തും. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ ഇന്നസെന്റ്, നിരവധി സ്റ്റേഷനുകളിൽ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർക്ക് മതിയായ യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ റെയിൽവേ അതെ യാത്രാ സൗകര്യങ്ങൾ അവർക്ക് ഏർപ്പെടുത്തണം. ആ കാര്യങ്ങളെ പറ്റി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് റെയിൽവേന് വേണ്ട കാര്യങ്ങൾ അവർ ഉടനെ ചെയ്യും. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മളത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പോകുന്നത് തന്നെ. എന്തുമാത്രം യാത്രക്കാരവിടെ കുടുങ്ങിക്കിടക്കുന്നു അതൊക്കെ നമുക്കറിയാവുന്നതാണ് അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. വളരെയധികം നന്ദി ശ്രീ ഇന്നസെന്റ്.